തിരുപ്പുകൾ എന്താണെന്നുള്ളത് ഏകദേശം എല്ലാവർക്കും അറിയാമെന്ന് എനിക്ക് തോന്നുന്നു. കാരണം തിരുപ്പുകളെന്ന് പറയുന്ന മഹാ അത്ഭുതം നിറഞ്ഞ സ്തുതി, ഭഗവാനെ പുകഴ്ത്തിക്കൊണ്ടുള്ള അരുണഗിരിനാഥർ സ്വാമിയുടെ തിരുപ്പുകൾ ജപിക്കുന്ന ആരാണോ അവർക്ക് മനഃശാന്തി ഉണ്ടാവും എന്നുള്ള കാര്യം ഉറപ്പാണ്. എനിക്കിടെ ഒരു അനുഭവം ഉണ്ടായി. ഞാനൊരു കാര്യസാധ്യത്തിന് വേണ്ടി ഞാൻ പോകാനായപ്പം എനിക്ക് എന്നെ പഠിപ്പിച്ചു തരുന്ന ഗുരു എന്നൊക്കെ പറയാം, അദ്ദേഹം പറഞ്ഞു ഇതുപോലെ ഇത് ജപിച്ചിട്ട് പോകും, കാര്യം നടക്കുമെന്ന്. അതേതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ മുത്തൈത്തരു പത്തി തിരുനകി എന്നുള്ള ഭഗവാന്റെ ആദ്യത്തെ തിരുപ്പുകൾ, അരുണഗിരിനാഥർ സ്വാമിക്ക് നേരിട്ട് പ്രത്യക്ഷപ്പെട്ടിട്ട് പാടാൻ പറഞ്ഞ തിരുപ്പുകൾ. അത് ജപിച്ച് ഞാൻ ഭഗവാനെ സമർപ്പിച്ച് ഇനി അങ്ങ് നോക്കിക്കോണോ എന്ന് പറഞ്ഞ് ഞാൻ ഈ കാര്യസാധനത്തിന് വേണ്ടി പോയി. അവിടെ ചെന്ന് കിട്ടിയ ആ ഒരു റെസ്പോണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ മുഖത്തോട്ട് നോക്കി സാറ് പറയുന്നത് ചെയ്തു തരാമെന്ന് പറയുമ്പോൾ എനിക്കുണ്ടായ ആത്മാഭിമാനം പറഞ്ഞ് എന്താണെന്ന് പറയാൻ വാക്കുകളില്ല. കാരണം ഞാൻ ഭഗവാനോട് പറഞ്ഞിട്ട് പോയി, എൻ്റെ ഉള്ളിൽ കുടികൊള്ളുന്ന ഭഗവാനെ അവിടെ ചെല്ലുമ്പോൾ ഭഗവാനായി മാറണം, ഞാൻ സംസാരിക്കുമ്പോൾ ഭഗവാനായിട്ട് മാറണം എൻ്റെ വാക്കുകളിൽ, എൻ്റെ പ്രസൻസിലെല്ലാം. അതുപോലെ തന്നെ ഈ മുത്തൈത്തൊരു പത്തി തിരുനകി ഞാൻ അവിടെ സമർപ്പിച്ചേക്കാം എന്ന് പ്രാർത്ഥിച്ച് ഞാൻ സമർപ്പിച്ച് പോയപ്പോൾ എനിക്കുണ്ടായ അനുഭവം അവിടെ വളരെ വലുതാണ്. പറഞ്ഞറിയിച്ചാൽ ആരും വിശ്വസിക്കത്തില്ല. പക്ഷേ എനിക്കുണ്ടായ അനുഭവം ഭഗവാനോട് ഒന്നുകൂടെ അടുക്കാനായിട്ട് എനിക്ക് ഒരു വഴിത്തിരിവായെന്ന് പറയാം. അപ്പം ഞാനിപ്പോൾ ഇവിടെ ജപിക്കാൻ പോകുന്നത് ഗണപതി ഭഗവാനെ, നമ്മൾ ഈ തിരുപ്പുകൾ തുടങ്ങുമ്പോൾ ഗണപതി ഭഗവാനെ സ്തുതിച്ചുകൊണ്ട് അരുണഗിരിനാഥ സ്വാമി എഴുതിയ തിരുപ്പുകൾ ആണ് ഇപ്പം ഞാൻ ജപിക്കാൻ പോകുന്നത്. ഇതൊക്കെ പഠിപ്പിച്ചത് സ്കന്ദലഹരി എന്നുള്ള ഓൺലൈൻ ക്ലാസ്സിലൂടെയാണ് ഞാനിത് പഠിച്ചത്. അത് ഞാനൊരു ഷോർട്ടിൽ ചെയ്തിട്ടുണ്ടായിരുന്ന വീഡിയോ. അങ്ങനെ പഠിക്കാൻ പറ്റിയത് തന്നെ എൻ്റെ മഹാഭാഗ്യമായിട്ട് ഞാൻ കരുതുന്നു. ഭഗവാനോട് ഏറ്റവും കൂടുതൽ അടുക്കാനായിട്ട് ഞാൻ ശ്രമിക്കുമ്പോൾ എന്നിലേക്കെല്ലാം കൊണ്ടുതരുന്നു ഭഗവാൻ. ഭഗവാനോട് എത്ര നന്ദി പറഞ്ഞാലും വാക്കുകളില്ല. ഈ ഒരു അനുഗ്രഹത്തിന് ഞാൻ അങ്ങയുടെ കാൽക്കൽ വീണ് സാഷ്ടാംഗം പ്രണമിച്ചുകൊണ്ട് ഞാൻ ഈ തിരുപ്പുകൾ ഇവിടെ ജപിക്കുകയാണ്. ഭഗവാനെ സമർപ്പിച്ചുകൊണ്ട് ഞാൻ ഈ തിരുപ്പുകൾ ഇവിടെ ജപിക്കുകയാണ്. കൈത്തല നിറകനി അപ്പമോടാവൽ പോരി കപ്പിയ കരിമുകൻ അടിപേണി കற்றிടും നടിയവർ ബുദ്ധിയിൽ ഉറൈഭവ കற்பകം നേനേവിനെ കടിതേകും മത്തവും മതിയമും വൈത്തിടും നാരൻ മകൻ മൾപ്പൊരു തീരൽ പൂയ മതയാനേ മദ്ദളവയറിനെ ഉത്തമി പുതൽവനെ മട്ടമിഴ് മലർ കൊടു പണിവേനേ മുത്തമിഴാടവിനെ മുற்பടോഗിരി തനിൽ മുற்பട എഴുതിയ മുതൽവോനേ മുപ്പുരം നേരി ചെയ്ത അച്ചിവന്നൂരേരഥം അച്ചതു കൂടി ചെയ്ത അതിധീര അത്തുയറതുകൊട് സുബിരമണിപ്പെടും അപ്പുനം അതിനിടെ ഇവമാകി അക്കുറമകളുടൻ അച്ചിറുമുരുകനി അക്കണം മണമരുൾ പെരുമാളേ മട്ടമിഴ് മലർക്കൊടു പണിവേണി. കളൊക്കെ നമ്മൾ ജപിക്കുമ്പോൾ നമ്മൾ ഓർക്കും ഈ തമിഴാണല്ലോ. ഇത് ഞാൻ പല പ്രാവശ്യമായിട്ട് ഇങ്ങനെ സ്റ്റാറ്റസൊക്കെ ഇടുമ്പോൾ ആൾക്കാർ ചോദിക്കുന്നുണ്ട്, ഇത് തമിഴാണല്ലോ, എന്താണ് ഇത് എഴുതി വെച്ചേക്കുന്നതെന്ന്. അങ്ങനെ എല്ലാവർക്കും ഒരു ഇത് തോന്നും. തമിഴിൻ്റെ മഹത്വം അറിയാൻ വയ്യാഞ്ഞിട്ടാണത്. ഭഗവാനെ ഇഷ്ടപ്പെടുന്നവർ തമിഴ് ഇഷ്ടപ്പെടും. ഭഗവാന്റെ ഭാഷയാണ് തമിഴ്. സുബ്രഹ്മണ്യ സ്വാമിയെ ഇഷ്ടപ്പെടുന്നവർ തമിഴ് ഇഷ്ടപ്പെടും. പിന്നെ ഇതിൻ്റെ അർത്ഥം മനസ്സിലാക്കണമെങ്കിൽ നമ്മൾ ഇതുപോലുള്ള ക്ലാസ്സുകളൊക്കെ പങ്കെടുത്തു കഴിഞ്ഞാൽ ഇതിൻ്റെ അർത്ഥം മനസ്സിലാക്കും. അങ്ങനെ ക്ലാസ്സിലൂടെ മനസ്സിലാക്കിയ കാര്യങ്ങളാണ് ഞാനിവിടെ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത്. അപ്പം അരുണഗിരിനാഥ സ്വാമിയെ പറ്റി എല്ലാവർക്കും അറിയാമല്ലോ. അരുണഗിരിനാഥ സ്വാമി 12 വർഷത്തെ മൗന തപസ്സിന് ശേഷം ഭഗവാൻ പ്രത്യക്ഷപ്പെടുകയും ഭഗവാൻ പാടാൻ പറ്റാതെ വന്നപ്പോൾ നാവിൽ പ്രണവമന്ത്രം വേലുകൊണ്ട് എഴുതി അന്നേരം ഭഗവാന്റെ മുന്നിൽ വെച്ച് പാടിയതാണ് മുത്തൈത്തരു പത്തി തിരുനകി എന്നുള്ള തിരുപ്പുകൾ. അതിനുശേഷം ഭഗവാൻ പറയുന്നുണ്ട് ഓരോ ക്ഷേത്രത്തിൽ പോയി പാടാൻ. അങ്ങനെ വയലൂർ എന്ന് പറയുന്ന തൃച്ചിക്ക് അടുത്തുള്ള
കുമാരവൈരൂർ എന്ന് പറയുന്ന സ്ഥലത്ത് ഒരു ഗണപതി ക്ഷേത്രമുണ്ട്. പൊയ്യ ഗണപതി എന്ന് പറയും. അവിടെ ചെന്ന് ഭഗവാന്റെ മുന്നിൽ അരുണഗിരിനാഥ സ്വാമി സ്തുതിച്ച തിരുപ്പുകളാണ് ഞാനിപ്പോൾ ഇവിടെ ജപിച്ചത്. അതിൻ്റെ അർത്ഥം ഇങ്ങനെയാണ്, ചെറിയ രീതിയിൽ ഞാനൊന്ന് പറയാം. ഗണപതി ഭഗവാന്റെ കയ്യിൽ ദിവ്യമായ പുഷ്പങ്ങളും പഴങ്ങളും വച്ചിരിക്കുന്നു. അങ്ങനെയുള്ള ഭഗവാനെ അങ്ങയുടെ പാദപത്മങ്ങളിൽ വീണ് ഞാൻ നമസ്കരിക്കുന്നു. അവിടുന്ന് ശരണം പ്രാപിക്കുന്ന ഭക്തന്മാർക്ക് അങ്ങയെ സ്തുതിക്കുമ്പോൾ അങ്ങയുടെ ബുദ്ധിയിൽ കുടികൊള്ളുന്ന കൽപ്പവൃക്ഷമേ, അങ്ങയെ സ്തുതിക്കുമ്പോൾ അവരുടെ വിനികളെ തീർക്കുന്ന കരുണാമൂർത്തി അവിടുത്തെ അച്ഛനായ മഹാദേവൻ തുമ്പപ്പൂവും ചന്ദ്രനെയും വച്ചിരിക്കുന്നവനാണ്. അവിടുത്തെ അമ്മയായ പുണ്യവതിയായ പാർവതീദേവി അവിടുത്തെ അമ്മയാണ്. അവിടുന്ന് ബലിവിഷ്ടമായ ഭുജങ്ങൾ ഉള്ളവനാണ്. അവിടുന്ന് മതിയാനെ പോലെ, അതായത് ആരെയും കൂസാകാത്ത ആളാണ്. അങ്ങേ ഞാനിതാ തേനിറ്റ് വീഴുന്ന പുഷ്പങ്ങൾ കൊണ്ട് ആരാധിക്കുന്നു. തമിഴിനെ പ്രാർത്ഥിച്ച പ്രഥമ പൂജ്യനായ ഭഗവാൻ മഹാഭാരതം എഴുതിയ പ്രഥമ പൂജ്യൻ എന്ന് വിശേഷിക്കുന്നു. മൂന്ന് ത്രിപുരന്മാർ ദഹിപ്പിക്കാൻ പോയ ശിവശങ്കരൻ്റെ രഥം പൊടിയാക്കിയ അതിധീരനായ ഭഗവാൻ, സുന്ദരനായ സുബ്രഹ്മണ്യ സ്വാമിയുടെ വള്ളിദേവിയുടെയും വിവാഹം നടത്തിക്കൊടുത്ത പെരുമയേറിയ ഭഗവാനെ തമ്പുരാനെ എന്നാണ് ഇവിടെ സ്തുതിച്ച് പാടുന്നത്. അപ്പോൾ ഇതിൻ്റെ വിശദപരമായിട്ടുള്ള വീഡിയോ കഥകളൊക്കെ അറിയണമെങ്കിൽ നമ്മൾ ക്ലാസ്സിൽ പങ്കെടുക്കണം. അങ്ങനെ കിട്ടിയ ഒരു അറിവാണ് ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്തത്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അടുത്ത വീഡിയോയിലൂടെ കാണാം. എല്ലാവർക്കും സുബ്രഹ്മണ്യ സ്വാമിയുടെ അനുഗ്രഹം കിട്ടിക്കൊണ്ടിരിക്കട്ടെ. നന്ദി, നമസ്കാരം.